ഹായ്, ഗുഡ് മോർണിംഗ്. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ചത്തെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ എണീറ്റു, ചായ വെച്ചു. അപ്പോൾ ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ചായ എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കേട്ടോ. രാവിലെ ഞാൻ 2 ചായ കുടിക്കും. ചായ ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല, തലവേദനയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇന്ന് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ മാവൊക്കെ ഉപ്പിട്ട് കലക്കി എടുക്കുകയാണ്. മാവൊക്കെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്യണേ. ഇവിടെ ഇഡ്ഡലി അപൂർവം മാത്രമേ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. ഇവിടെ അധികവും ദോശയാണ്. പേഴ്സണലി എനിക്ക് ഇഡ്ഡലിയോട് തീരെ താല്പര്യമില്ല. അപ്പോൾ ഞാൻ ഉപ്പിട്ട് ഇളക്കിയ മാവ് ഞാൻ തട്ടിലേക്ക് കോരി ഒഴിക്കുകയാണ് കേട്ടോ. ഇത് വേവിക്കാനായിട്ട് വെച്ചു. അപ്പോൾ ഇപ്പുറത്തെ ഗ്യാസിൽ ഞാൻ അരി അടുപ്പത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അരി അത് തിളച്ച് വന്നേ. പിന്നെ അത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കും. ഇതിനിടയിൽ ഞാൻ ഇന്നലെ രാത്രി കുറച്ച് ഉഴുന്ന് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഉഴുന്ന് വട ഉണ്ടാക്കുക എന്നൊരു പ്ലാനിലാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ അത് രാവിലെ തന്നെ ഞാൻ കഴുകി വെള്ളം ഇല്ലാണ്ട് ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ ഇതാ ചട്നി അരച്ചു, ഉള്ളിച്ചമ്മന്തി അരവ് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഇഡ്ഡലി ഇതാ വെന്ത് വന്നിട്ടുണ്ട്. നല്ല ഇഡ്ഡലിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കൽ കഴിഞ്ഞു. അതിനിടയിൽ ഞാൻ ചോറ് വാർത്ത് വെച്ചു കേട്ടോ. പിന്നെ ഇത് ഉഴുന്നുവടയ്ക്കുള്ള സബോള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില അരിഞ്ഞതും ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് മിക്സ് ചെയ്യുകയാണ് ഈ മാവ്. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞ് വെളിച്ചെണ്ണയിലേക്ക് അത് പരത്തിയിടുക കേട്ടോ. അപ്പോൾ അതാ മൊരിഞ്ഞ കളറൊക്കെ മാറി വന്നിട്ടുണ്ടേ. ഇനി ഞാനത് എണ്ണയിൽ നിന്ന് മാറ്റാം കേട്ടോ. കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തക്കാളിയും കുമ്പളങ്ങയും കൂടി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കാൻ വെച്ചു. ഇനിയിപ്പോൾ അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തേങ്ങയും നമ്മുടെ ജീരകവും കൂടി എടുത്ത് അരച്ചെടുക്കുക കേട്ടോ. ഞാൻ അങ്ങനെ വെന്ത കഷ്ണത്തിലേക്ക് അരപ്പൊഴിച്ച് കറിവേപ്പില ഇട്ട് നന്നായി തിളപ്പിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ കടുകൊന്നും വറുത്തിടണില്ല. നമ്മുടെ ഉള്ളി ചെറുതായി അരിഞ്ഞ് മൂപ്പിച്ച് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇത് മുളക് ഉഷ എന്നൊക്കെ പറയാം. നല്ല കറിയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് പണികളും കൂടി ഇനി ബാക്കിയുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുക്കണില്ല. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും നല്ല വിശേഷങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരാം.